ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രത്യേക ഗുണനങ്ങളും ഘടകക്രിയകളും നമുക്ക് തുടങ്ങാം അല്ലെ. ഇതില് തുകയുടെ വർഗം, അതുപോലെ വ്യത്യാസത്തിന്റെ വർഗം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടുക. അങ്ങനെ രണ്ട് സംഖ്യകൾ കൂട്ടിയതിന്റെ വർഗം, അതിന്റെ ഒരു ജനറൽ ഫോം, അതിന്റെ ഒരു പൊതു രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തുക x, y എന്നിവ രണ്ട് സംഖ്യകളാണ് എങ്കിൽ ആ സംഖ്യയുടെ തുക എന്നുള്ളത് x+y എന്ന് പറയാം, അല്ലെങ്കിൽ y+x. ഇതാണ് തുക. വ്യത്യാസത്തിന്റെ വർഗം, വ്യത്യാസം എന്ന് പറഞ്ഞാൽ x ഉം y കുറക്കാം, x-ൽ നിന്ന് y കുറക്കാം, അല്ലെങ്കിൽ y-ൽ നിന്ന് x കുറക്കാം. ഇത് തുക, ഇത് വ്യത്യാസം. തുകയുടെ വർഗം, അതുപോലെ വ്യത്യാസത്തിന്റെ വർഗം. രണ്ട് സംഖ്യകൾ അത് ഏതുമാണ്. നമ്മളിപ്പോ 5,7 കൊടുത്താൽ 5ഉം 7ഉം, 5 ഒരു നമ്പറാണ്, 7 വേറെ നമ്പർ. x, y എന്ന് പറഞ്ഞ ചരങ്ങളാണ്, വാരിയബിൾസ് ആണ്. പല വിലകളും സ്വീകരിക്കാൻ കഴിവുള്ളവരാണ് ചരങ്ങൾ. ഇത് അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് 5, 7. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയതിന്റെ വർഗം, 5ഉം 7ഉം കൂട്ടിയാൽ നമുക്കറിയാം 12. അതിന്റെ വർഗം, അതിന്റെ സ്ക്വയർ 146. അതുപോലെ 5ഉം 7ഉം തമ്മിൽ കുറക്കാം. 5 7 കുറക്കാം, 7 5 കുറക്കാം, 2 അല്ലെങ്കിൽ -2. 2 കിട്ടിയാലും -2 കിട്ടിയാലും അതിന്റെയൊക്കെ സ്ക്വയർ വർഗം 4 ആയിരിക്കും. അപ്പൊ രണ്ട് സംഖ്യ കൂട്ടിയതിന്റെ വർഗം, അതുപോലെ രണ്ട് സംഖ്യ കുറച്ചതിന്റെ വർഗം, അതിന്റെ ഒരു ജനറൽ ഫോമിലേക്കാണ് നമ്മൾ പോകുന്നത്. 5, 7 എക്സാമ്പിൾ മാത്രമാണ്. ഏത് രണ്ട് സംഖ്യകളും കൂട്ടിയതിന്റെ വർഗം കിട്ടാൻ എളുപ്പമാകുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. x, y അല്ലെങ്കിൽ a, b അല്ലെങ്കിൽ m, a ഏതെങ്കിലും രണ്ട് ശരങ്ങൾ. തൽക്കാലം നമുക്ക് എയും ബിയും. a, b തുകയുടെ വർഗമാണ്. ഇവിടെ തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a+b അല്ലെങ്കിൽ b+c. തുകയുടെ വർഗം എന്ന് പറയുന്നത് a+b, അതിന്റെ സ്ക്വയർ അല്ലെ. ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ 2 പ്രാവശ്യം വരും. -9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -9 2 പ്രാവശ്യം വരും. 17ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 ഗുണം 17 അല്ലെ. ഒരു സംഖ്യയുടെ വർഗം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കാനാണ്. അപ്പൊ a+b ഹോൾ സ്ക്വയർ, a+bയുടെ വർഗം എന്ന് പറഞ്ഞാൽ a+b ഗുണിക്കുക എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ a+b ഇൻറ്റു a+b. ഓക്കെ, സമം. ഇനി ഇത് ഗുണിക്കാൻ ഇങ്ങനെ എയും എയും ഗുണിച്ചാൽ a ഇൻറ്റു എ അല്ലേ. ഓക്കെ, അടുത്ത a ഇൻറ്റു ബി വരും, അടുത്തത് b ഇൻറ്റു എ, പിന്നെ b ഇൻറ്റു ബി. ഇവിടെ രണ്ട് സംഖ്യ, ഇവിടെ 2 2 എന്ന് വെച്ചാൽ 4. അപ്പൊ 4 ഗ്രൂപ്പ് വരും. a ഇൻറ്റു എ, പിന്നെ a ഇൻറ്റു ബി, പിന്നെ b ഇൻറ്റു എ, b ഇത്രയും വരും. സമം എയും എയും ഗുണിച്ചാൽ a സ്ക്വയർ ആണ്, എയും ബിയും ഗുണിച്ചാൽ a b ആണ്. ഇവിടെ മൈനസുകളൊന്നുമില്ല, അതുകൊണ്ട് പ്ലസ് ഉണ്ട്. ബിയും എ ഗുണിച്ചാൽ ബി എ എഴുതാം, അല്ലെങ്കിൽ എ ബി. ബി ഇൻറ്റു എ തന്നെയാണ് എ ബി. 5 ഇൻറ്റു 4ഉം 4 ഇൻറ്റു 5 ഒക്കെ 20 തന്നെയാണ്. അപ്പൊ എ ഇൻറ്റു ബി എ ബി എഴുതാം, ബി ഇൻറ്റു എനെയും എ ബി എന്നത്. എ ബി തന്നെയാണ് ബി എ, ബി എ തന്നെയാണ് എ ബി. അപ്പൊ ഇതിന് എ ബി എഴുതി, ഇതിന് എ ബി. പിന്നെ ബി ഇൻറ്റു ബി എന്ത് ചെയ്തു? ബി സ്ക്വയർ ചെയ്തു. ഓക്കെ, എ സ്ക്വയർ അതുപോലെ, ബി സ്ക്വയറും അതുപോലെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ്. ഇത് എ ബി പ്ലസ് എ, ഒരു എ ബി പ്ലസ് ഒരു എ ബി, ഒരു എ ബി കൂട്ടിയ 2 എ ബി. ഇത് സജാതീയ പദങ്ങളാണ്, ഇവർ തമ്മിൽ കൂട്ടാൻ ഉറപ്പിച്ചു. ബി സ്ക്വയർ വേറെ ഇല്ല, അതുകൊണ്ട് അത് ഒറ്റയ്ക്ക് എഴുതി. എ സ്ക്വയർ വേറെ ഇല്ല, ഒറ്റയ്ക്ക് എഴുതി. എന്നാൽ എ ബി അതുപോലെ വേറെ എഴുതി. അപ്പൊ എ ബി കൂട്ടിയാൽ 2 എ ബി. ഇതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം. a+b ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇത് x ഉം y ആണെങ്കിൽ x+y ഹോൾ സ്ക്വയർ വരും. അപ്പൊ എന്താ, x സ്ക്വയർ വരും. ഇവിടെ 2ab വരെ 2xy ആവും. പിന്നെ y സ്ക്വയർ മാറിയോടെ എന്താവും? b സ്ക്വയർ മാറിയോടെ y സ്ക്വയർ ആവും. ഓക്കെ, ഇതാണ് തുകയുടെ വർഗം. പിന്നെ അടുത്ത വ്യത്യാസത്തിന്റെ വർഗം നമ്മൾ പറഞ്ഞു. a b രണ്ട് സംഖ്യകളാണ്. എയിൽ നിന്ന് ബി കുറച്ചതിന്റെ വർഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. a - b ഹോൾ സ്ക്വയർ. ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ 2 പ്രാവശ്യം വരും. ഏതാ? a - b ഒരു പ്രാവശ്യമായി,
എ മൈനസ് ബി രണ്ട് പ്രാവശ്യം ഇത് ഗുണിക്കാം സമം എ ഇൻറ്റു എ അല്ലെ. അടുത്ത് എ ഇൻറ്റു ബി അല്ല, ഇത് ബി അല്ല മൈനസ് ബി ആണ്. അപ്പൊ എ ഇൻറ്റു മൈനസ് ബി എന്ന്. അടുത്ത ബി ഇൻറ്റു അല്ല മൈനസ് ബി ആണ് കേട്ടോ. മൈനസ് ബി ഇൻറ്റു എ പിന്നെ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി ആണ്. അത് രണ്ടോട്ടും മൈനസ് അല്ലെ. സമം എയും എയും കുറിച്ചാൽ എ സ്ക്വയർ, എയും ബിയും കുറിച്ചാൽ എ ബി ആണ്. ഇതിൽ ഒരു മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ്. രണ്ട് മൈനസ് ആവുമ്പോൾ പ്ലസ്, മൂന്നെണ്ണം കുറിച്ചാൽ മൈനസ്, നാല് മൈനസ് ആവുമ്പോൾ പ്ലസ്, അഞ്ച് മൈനസ് ആവുമ്പോൾ മൈനസുകളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ അതിന് ഉത്തരം ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. മൈനസുകളുടെ എണ്ണം ഇരട്ട, 2 മൈനസ് 4 മൈനസ് 6 മൈനസ് അങ്ങനെയാണ് കുറിക്കണമെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പൊ അത് മൈനസ് ഒരു മൈനസ് ഉണ്ട്, അതും ഉത്തരത്തിലൂടെ മൈനസ് കേട്ടോ. പിന്നെ എ ബി, എ ഇൻറ്റു ബി തന്നെയാണ് ബി ഇൻറ്റു ബി എ തന്നെയാണ് എ ബി. ഓക്കെ, ഒരു മൈനസ് ഉള്ളത് അതുകൊണ്ട് അത് ഇടാം. 2 മൈനസ് ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് കൊടുക്കാമായിരുന്നു. ഇവിടെ ബിയും ബിയും കുറിച്ചാൽ നമുക്കറിയാം ബി സ്ക്വയർ, 2 മൈനസ് ആണ് അതുകൊണ്ട് പ്ലസ്. സമം എ സ്ക്വയർ വേറെ ഇല്ല, അതുപോലെ ബി സ്ക്വയർ തന്നെ വേറെ ഇല്ല, ഇത് പ്ലസ് ആണ്, ഇത് ഓൾറെഡി ഇവിടെ പ്ലസ് ആണ്, ചിഹ്നം. ഈ മൈനസ് ഒരു എ ബി മൈനസ് ഒരു എ ബി പ്ലസ് ഒരു എ ബി പ്ലസ് ഒരു എ ബി എന്തായിരുന്നു പ്ലസ് 2 എ ബി ആയിരുന്നു. എന്നാൽ മൈനസ് 1 മൈനസ് ഒരു എ ബി മൈനസ് 2 എ ബി. ഇതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ മൈനസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഒന്നും അറിയിക്കാണത് ഫുള്ള് പ്ലസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഈ ടേം മൈനസ് 2 എ ബി കേട്ടോ, ഇത് മാത്രം മൈനസ് ആണ്. അപ്പൊ ഇവ തമ്മിൽ മാറ്റിയത് പ്ലസ് ബി സ്ക്വയർ ആണ്, ഇത് പ്ലസ് ബി സ്ക്വയർ, ഇത് പ്ലസ് എ സ്ക്വയർ ആണ്, ഇത് പ്ലസ് എ സ്ക്വയർ, ഇത് പ്ലസ് 2 എ ബി ആണ്, ഇവിടെയോ മൈനസ് 2. അപ്പൊ ഇവിടെ മൈനസ് ആയാൽ ചേഞ്ച് എവിടെ ഇല്ല, ഈ 2 എന്നുള്ളത് മൈനസ് ആണ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ചെയ്യാം എം പ്ലസ് എൻ ഹോൾ സ്ക്വയർ. ഇതിന്റെ എക്സ്പാൻഷൻ ഇതിന്റെ വിപുലീകരിച്ച രൂപം ഇവിടെ എത്ര ഉള്ളൂ, എയും ബിയും ആണ് കൂട്ടം അല്ലെ, കൂട്ടം. എ സ്ക്വയർ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതാം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതാം. എപ്പോഴേ ഉള്ളൂ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. ഇവിടെ എന്താണ് ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. പിന്നെ നടുവിലാണ് 2 എ ബി അല്ലെ, എ ബി അതാ എയും ബിയും കൊടുക്കുന്നതാണ് കൊടുക്കുന്നത്. 2 ഇൻറ്റു ഇത് കൊടുക്കുക, ഇത് 2 ഇൻറ്റു തമ്മിൽ കൊടുക്കും. അപ്പൊ 2 ഇൻറ്റു ഇത് കൊടുക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ്. ഇതിന് എത്ര പറയുള്ളൂ, പ്ലസ് ഹോൾ സ്ക്വയർ ഇല്ല, ആദ്യം എം പിന്നെ എന്നല്ലേ. അപ്പൊ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതും, രണ്ടാമത്തിന്റെ സ്ക്വയർ അവസാനം എഴുതും. എന്ന് പറഞ്ഞാൽ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതും. ഇത് നടുവിലൊരാളോ പ്ലസ് ആണെങ്കിൽ പ്ലസ് 2. ഓക്കെ, മൈനസ് ആണെങ്കിൽ മൈനസ് ആണ്. എ ബി എയും ബിയും കൊടുക്കുക, എന്നാണ് ഇവിടെ കൊടുക്കുക എമ്മും എന്നും കൊടുക്കും, എം എ. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം കൊടുക്കുക, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം കൊടുക്കും. നടുവിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് 2 ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് 2. രണ്ടത്തിന് ശേഷം ചെയ്യാം, ഇത് തമ്മിൽ കൂടി പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ. എങ്ങനെ ചെയ്യും ഇതിന്റെ എക്സ്പാൻഷൻ, ഇതിന്റെ വിപുലീകരിച്ച രൂപം. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതി കണ്ടാ, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതി. ഇവിടെ പ്ലസ് ആണ്, ഇതിന്റെ ഓൾറെഡി പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ആ മൈനസ് ആകുമ്പോൾ തീരുന്നത്, മൈനസ് ആകുമ്പോ ഒരു 2 ഇടാം. പിന്നെ ഇതേ ഗുണം വരും പി ഇൻറ്റു ക്യൂ. ഓക്കെ, അപ്പൊ ഇത് 2 വൃത്തിയായിട്ട് കുറച്ച് ബോക്സിലാക്കിയിട്ട് എഴുതി. ഇതിന്റെ ഗുണനഫലം കാണുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിപുലീകരിക്കുക കേട്ടോ, ഇതിന്റെ വിപുലീകരിക്കുക ഒന്നാണ് ചെയ്യുക. എങ്ങനെയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ വിപുലീകരിക്കുക, ഗുണനഫലം കാണുക അല്ലെങ്കിൽ ക്രിയ ചെയ്യാം കേട്ടോ. സമം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡലാണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ മോഡലാണ്. പ്ലസ് ഇല്ലേ, അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡൽ. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതാം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതാം. ഓക്കെ, നടുവില് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ ഇത് തമ്മിൽ കുളിക്കുക, ഉൾക്കാല എക്സും 3 അത് വിളിക്കുക. 2 കൂടാതെ എക്സ് ഇൻറ്റു 3 സമം എക്സ് സ്ക്വയർ. അതുപോലെ ഇത് ഇവിടെ വരെ ഒരു ഗ്രൂപ്പ്, ഇത് പ്ലസ് ആകാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത 3 ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്ന് ആദ്യത്തത്, ഒന്ന് അവസാനത്തത്, പിന്നെ നടുവ്. ആദ്യത്തെ എക്സ് സ്ക്വയർ എഴുതി, അവസാനത്തെ അവിടെ ഇല്ല. അവസാനത്തെ 3 സ്ക്വയർ ആവുമ്പോൾ നടുവിൽ ഇത് കുടിക്കുക. 2 എക്സും കുടിച്ചാൽ 2 എക്സും പിന്നെ 3 2 3 കുടിച്ചാൽ 6 അല്ലേ,
അപ്പൊ ആറും ആയി പിന്നെ എക്സ് ഉണ്ടാവും. ഇതാണ് ഉത്തരം. എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് വൈ. ഇനി വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ. എങ്ങനെ അതിന്റെ ഉത്തരം കാണുന്നു? സമം. ആറ് ഇതിന്റെ സ്ക്വയർ ആദ്യം എഴുതി, അവസാനത്തത് 5 ആണ്, അതിന്റെ സ്ക്വയർ അവസാനം എഴുതി. മൈനസ് ആണെങ്കിൽ മൈനസ് 2 ഇടാം, പ്ലസ് ആണെങ്കിൽ പ്ലസ് 2 ഇട്ട് വെച്ചോ. പിന്നെ ഇതേ ഗുണിക്കണം വരും. ഏതാ? y ഇൻറ്റു 5. ഇവിടെ പ്ലസ് എടുക്കാം. വൈന്റെ സ്ക്വയർ വൈ സ്ക്വയർ. ഇതിൽ മൈനസ് ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ നോക്കാൻ എത്ര മൈനസ്? അതൊരു ഗ്രൂപ്പാട്ടോ. ഒരു മൈനസ് ഉണ്ട്. 2 5 ഗുണിച്ചാൽ 10 ഒരു വൈ വരില്ല. അപ്പൊ മൈനസ് 10 വരും. ഇത് മൈനസ് ആയിരുന്നു എങ്കിൽ 2 പ്ലസ് വരും കേട്ടോ. ഇവിടെ വേണ്ടി മൈനസ് അല്ലേ ഉള്ളത്. പ്ലസ് 5ന്റെ സ്ക്വയർ 25. വൈ സ്ക്വയർ വരുന്ന വേറെ ഇല്ല, വെറും വൈ വരുന്ന ഇല്ല, വെറും സംഖ്യ മാത്രമല്ല എന്ന് പറഞ്ഞതൊക്കെ വേറെ വേറെ സജാതീയ പദങ്ങളല്ല. ഇതിവിടെ അവസാനിക്കും. ഓക്കെ, അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻ 4 മൈനസ് 5 ഹോൾ സ്ക്വയർ. ഗുണനഫലം കാണുക. ശരി, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം അല്ലെ. ഏത് ആദ്യത്തത്? 4 അല്ല, എം അല്ല, 4 എം ആണ്. അപ്പൊ ആദ്യത്തിന്റെ സ്ക്വയർ ഇങ്ങനെയല്ല, ആദ്യത്തിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം. ഓക്കെ, പിന്നെ അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. ഏത് അവസാനത്തത്? 5 അല്ലേ. ഇങ്ങനെയല്ല, ബ്രാക്കറ്റ് വേണം. ഇവിടെ പ്ലസ് ആണ്. ആദ്യത്തെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. നടുവിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റു ഇട്ട് വെക്കാം. ഇനി ഇതേ ഗുണം ഇത് എഴുതിയാൽ 4m ഗുണം 5n. ഓക്കെ, സമം. ഈ സ്ക്വയർ രണ്ടാൾക്കും ബാധകമാണ്. 4നും സ്ക്വയർ ചെയ്യണം, എമ്മിനും സ്ക്വയർ ചെയ്യണം. 4ന്റെ സ്ക്വയർ വരുമ്പോൾ 16 ആവും അല്ലെ. എമ്മിന്റെ സ്ക്വയർ എം സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ 4 അതുപോലെ ഉണ്ടാകും, എം മാത്രമേ സ്ക്വയർ ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ബ്രാക്കറ്റ് വേണ്ട. 4 16 ആവും, എം എം സ്ക്വയർ. ഇനി ഇവിടുന്ന് ഇവിടം വരെ ഒരു ഗ്രൂപ്പാണ്, അത് നടക്കട്ടെ. ഇവിടെ പ്ലസ് മൈനസ് അല്ലേ. 5ന്റെ സ്ക്വയറും എന്നിന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 അല്ലേ, എന്നിന്റെ സ്ക്വയർ എം സ്ക്വയർ. ഓക്കെ, സ്ക്വയർ രണ്ടാക്കും. 5 25 വലുതായി, എന്റെ എൻ സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, ഇത് കൊടുക്കണം. ഈ സ്ക്വയർ എന്നിന്റെ മാത്രമാണ്. ഇവിടെ 5 ആയത്, അതിന്റെ സ്ക്വയർ ചെയ്തപ്പോ വലുതായി 25. ഓക്കെ, ഇനി ഇവിടെ ബ്രാക്കറ്റ് വേണ്ട. ഇവിടെയാണ് ബ്രാക്കറ്റ്. ഇത് അതുപോലെ ഇവിടെ ബ്രാക്കറ്റ് വേണ്ട, ഇവിടെയാണ് ബ്രാക്കറ്റ് വേണ്ട. ഗുണിക്കാണ്. ഒരു മൈനസ് അല്ലേ ഉള്ളൂ. മൈനസ് 2ഉം 4ഉം ഗുണിച്ചാൽ 8. 8 ഇൻറ്റു 5 40 അല്ലേ. പിന്നെ എമ്മും എന്നും ചിഹ്നം ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. 16 എം സ്ക്വയർ മൈനസ് 40 എം എൻ പ്ലസ് 25 എൻ സ്ക്വയർ. ഇതേമാതിരി എം സ്ക്വയറിൽ വേറെ ഇല്ല. ഇത് എൻ സ്ക്വയർ അത് വേറെ ഇല്ല, എം എൻ വേറെ ഇല്ല. ഇതൊന്നും സജാതീയ പദങ്ങളല്ല. എന്ന് പറഞ്ഞാൽ ഇനി അതിനെ ചെറുതാക്കാൻ, കൂട്ടാനോ കുറക്കാനോ പറ്റില്ല. ഇത് തന്നെയാണ് ലാസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3/4 പി മൈനസ് 2q ഹോൾ സ്ക്വയർ. ശരി, സമം. ആദ്യത്തതിന്റെ സ്ക്വയർ ആദ്യം. ഏതാ? 3/4 പി. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഓക്കെ, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇവിടുത്തെ ചിഹ്നം ഇത് തീരുമാനിക്കും. മൈനസ് ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റു. ഓക്കെ, പിന്നെ ആദ്യത്തതിന്റെ അവസാനം 3/4 പി. 3/4 പി ഇൻറ്റു 2q സമം. ഈ സ്ക്വയർ ഇവർക്ക് എല്ലാവരും കൊടുക്കുക. 3ന് കൊടുക്കുക, 4 കൊടുക്കുക, പി കൊടുക്കുക. 3ന് കൊടുക്കുമ്പോ 9, 4 കൊടുക്കുമ്പോ 16. അപ്പൊ 9 16 വരുമ്പോ 9/16. കഴിഞ്ഞില്ല, പി കൊടുക്കണം. പി സ്ക്വയർ ആയി മാറി അല്ലെ. ഇപ്പൊ എല്ലാവർക്കും സ്ക്വയർ കൊടുക്കും. 3 9 4 16 പി എന്നായി പി സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് വേണ്ട, ഇത് വേറെ വേറെ കൊടുക്കും. ഇനി ഇവിടെ കൊടുക്കും. 2 4 സ്ക്വയർ ചെയ്യുക. 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആകും. ക്യൂ സ്ക്വയർ ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ. ഇത് സെപ്പറേറ്റ് ആയി ബ്രാക്കറ്റ് വേണ്ട. ഇനി ഇവിടെ
2 ഇൻറ്റു 3/4 പി ഇൻറ്റു 2. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഈ 4 2 വട്ട, അല്ലെങ്കിൽ ഇത് തമ്മിൽ വട്ടം, ഇത് തമ്മിൽ വെട്ടാണ്. ഇതിൽ എത്ര രണ്ടാ? 1. ഇതിൽ എത്ര രണ്ടാ? 2. ഓക്കെ, ഈ രണ്ടും 2 വട്ടം. ഇതിൽ എത്ര രണ്ടാ? 1. ഇതിൽ എത്ര രണ്ടാ? 1. ഇനി ഇവിടെ ഉള്ള ഒരു മൈനസ് ഉണ്ട്. ഒന്നുകൾ എടുക്കേണ്ട ആവശ്യമില്ല. 3 പിയും ക്യൂ മൈനസ് 3 പി. അപ്പൊ ഇതിങ്ങനെ ഒരു വെട്ടി കഴിഞ്ഞാൽ എത്ര വരും? പിന്നെ അതൊരു പ്ലസ് 4. ഇത്രയാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 103 ഗുണം 103 പ്രത്യേക ഗുണനം ഉപയോഗിച്ച് ക്രിയ ചെയ്യുക. 103 ഗുണിക്കാനാണ്. സാധാരണ 103 മേലെയും താഴെ എഴുതി ഗുണിക്കുന്ന മാതിരി സാധാരണ കുറിച്ച് ആൻസർ കിട്ടും. ഇവിടെ പ്രത്യേക നിയമം നമ്മൾ പഠിക്കുന്നത്. പ്രത്യേക ഗുണനഫലം കാര്യങ്ങളൊക്കെ അല്ലേ, പ്രത്യേക സൂത്രാക്കിയിട്ടുണ്ടാകില്ലേ. അങ്ങനെ ആ ഒരു പ്രത്യേക ഗുണനഫലം ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉത്തരം കാണാം. 103 ഗുണം 103 സാധാരണ നമ്മൾ ഇങ്ങനെ കുറിച്ച് ചെയ്തല്ലേ, ഉത്തരം കിട്ടും. ആ ഉത്തരം തന്നെയാണ് മറ്റു രീതിയിൽ ചെയ്താലും കിട്ടുക. അത് പ്രത്യേക ഗുണനഫലം ഉപയോഗിച്ച് ചെയ്യുക എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം പ്രത്യേക ഗുണനഫലം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. 103 ഗുണം 103 103 ഗുണിക്കാൻ നമുക്കറിയാം. 5 5 ഗുണിച്ചാൽ 5ന്റെ സ്ക്വയർ. 103 ഗുണിച്ചാൽ 103ന്റെ സ്ക്വയർ അല്ലേ. a plus b ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a മൈനസ് b ഹോൾ സ്ക്വയർ പഠിച്ചു. 103 അടുത്തുള്ള പൂജ്യങ്ങളൊക്കെ വരുന്ന സംഖ്യയാണ്. 103 പറയാൻ കുറച്ച് കഴിഞ്ഞാൽ 110 ആവും. 103 കുറച്ച് താഴെ 3 റിവേഴ്സ് ബാക്കിൽ വന്നാൽ നമുക്ക് 100 കാണാം അല്ലെ. ഇത് 100 പ്ലസ് 3 ആണല്ലോ 103 അല്ലെ. നമ്മൾ ഒന്നെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇത് രണ്ടപ്പം പഠിച്ച് ഇനി വേറെ പുതിയത് പഠിക്കണ്ടേ. അപ്പൊ നമുക്ക് അത് ചെയ്യാം. 103 ഹോൾ സ്ക്വയറിനെ നമ്മൾ ചെയ്യാം. ഹോൾ സ്ക്വയർ അതുപോലെ 103നെ 100 പ്ലസ് 3 എഴുതാം. 101 പ്ലസ് 2 എഴുതാം. 102 പ്ലസ് 1 എഴുതാം. 110 മൈനസ് അങ്ങനെയൊക്കെ എഴുതാം. എങ്കിലും കൂടുതൽ പൂജ്യങ്ങളൊക്കെ വരുന്നത് കൂട്ടിച്ചേർത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 103നെ നമ്മൾ എഴുതുന്നു 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിന്റെ ഉത്തരമാണ് നമ്മൾ ഇങ്ങനെ എഴുതും. ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണോ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണോ? ഒരു സംഖ്യ പ്ലസ് ഒരു സംഖ്യ ഹോൾ സ്ക്വയർ മോഡലല്ലേ അല്ലെ. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇങ്ങനെ വന്ന് നമ്മൾ എന്താ പഠിച്ചേ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. നടുവിൽ 2 ഇൻറ്റു ഇതേപോലെ അതുപോലെ പറയും. ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം, ഓക്കെ. അവസാനം 3 അല്ലേ, അതിന്റെ സ്ക്വയർ അവസാനം. ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ പ്ലസ് 2 ഇൻറ്റു അല്ലേ നടുവ് കൊടുക്കാം. പ്ലസ് 2 ഇൻറ്റു എ ബി ആണ്. എ ബി കൊടുക്കുക. 2 ടൈമിൽ അത് കൊടുക്കല്ലേ. 100 ഇൻറ്റു ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതി, അവസാനത്തിന്റെ സ്ക്വയർ അവസാനം. നടുവില് 2 ഇട്ടിട്ട് 23 സമം. 100ന്റെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ 1 അല്ലേ. അതെ, 2 പൂജ്യം ആണെങ്കിൽ ഇരട്ടി പൂജ്യം കൊടുത്താൽ മതി. 4 പൂജ്യം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 100ന്റെ സ്ക്വയർ 16. ഇനി ഇതോടെ ഇതെത്ര? 3ന്റെ സ്ക്വയർ 9. അതും വേണ്ടി ഇത് ഗുണിക്കട്ടാ. 2 3 ഗുണിച്ചാൽ 6 6 3 ഗുണിച്ചാൽ 600. വേണ്ട, ഈ പൂജ്യം ഇവിടെ എല്ലാം എഴുതിക്കോ. 2 1 ഗുണിച്ചാൽ എത്ര? 2 അല്ലേ. ആ 2 × 3 6 അല്ലേ. 6 നെയ്താ, എന്നിട്ട് ഈ 2 പൂജ്യം കൊടുത്താൽ മതി. 6 നെയ്താ 2 പൂജ്യം കൊടുത്താൽ മതി. ഇത് കൂട്ടാം. എങ്ങനെ കൂട്ടാം? താഴേക്ക് ഇത് കൂട്ടണം. 10,000 അല്ലേ. പിന്നെ 600 ഇങ്ങനെ നെയ്താൽ കിട്ടുന്നുണ്ടല്ലേ. പിന്നെ 9 കൂട്ടാം. 9 0 6 0 10,609. ഇതാണ് 103 103 പ്രത്യേക ഗുണനം ഉപയോഗിച്ച് ചെയ്താൽ ഡയറക്റ്റ് കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെയാണ്. ഓക്കെ, അടുത്ത ദിവസം 298 × 297 പ്രത്യേക ഗുണനഫലം. പ്രത്യേക ഗുണനം ഉപയോഗിച്ചിട്ട് ചെയ്യും. ഏത് ചെയ്യും? 298 ഗുണിക്കാറ 298ന്റെ സ്ക്വയർ അല്ലേ. 298ന്റെ സ്ക്വയർ കാണാം. ഇതിനടുത്ത് വരുന്ന പൂജ്യങ്ങളുടെ സംഖ്യ 298 300 അല്ലേ. എങ്കിൽ ഇതിനെ 300
ഇത് 300ലേക്ക് എത്രയും കൂട്ടിയാലെ കുറച്ചാൽ കിട്ടാം 300നേക്കാൾ 2 കുറവല്ലേ അപ്പൊ ഇത് 300 മൈനസ് 2 അല്ലേ അപ്പൊ 298നെ 300 മൈനസ് 2 കഴിഞ്ഞില്ല ഇതാണ് 298 ഈ സ്ക്വയർ ഓക്കെ ഒരു സംഖ്യ മൈനസ് വേറൊരു സംഖ്യ ഹോൾ സ്ക്വയർ ഇത് a മൈനസ് b ഹോൾ സ്ക്വയർ മോഡൽ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതാം അവസാനത്തിന്റെ സ്ക്വയർ അവസാനം നടുവിലോ മൈനസ് അല്ലേ മൈനസ് 2 ഇൻറ്റു ഇത് കുടിക്കാം 5 ആദ്യത്തിന്റെ സ്ക്വയർ ഏതാ ആദ്യം ഇതിന്റെ മുന്നോട്ട് അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതി ഇവിടെ പ്ലസ് ആണല്ലോ ഒരു ഡൗട്ട് മൈനസ് ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റു 2 അല്ലേ പിന്നെ അത് കുറിച്ചാൽ മതിയാ 300 ഇൻറ്റു 2 സമം 300 സ്ക്വയർ കാണാൻ സുഖ 3 സ്ക്വയർ 9 അല്ലേ 2 പൂജ്യം ഇരട്ടി പൂജ്യം 4 പൂജ്യം കൊടുക്കാം ഓക്കെ ഇനി ഇത് 2 സ്ക്വയർ 4 ഇത് എഴുതി 9 ഇടുക ഇതിന് നമ്മൾ 298 നമുക്ക് 301 മൈനസ് അങ്ങനെ എഴുതും അല്ലെ 301 3 വർഷം അങ്ങനെ എഴുതാൻ മതി പക്ഷെ 301ന്റെ സ്ക്വയർ ഇവിടെ കാണാൻ എളുപ്പം പറ്റില്ല അതാണ് പൂജ്യങ്ങൾ വരുന്നത് അതിലേക്ക് എത്തിക്കുന്നത് കേട്ടോ 2 സ്ക്വയർ 4 ഇത് ഇനി ഇത് ഗുണിക്കണം ചെയ്യേണ്ടത് മൈനസ് ആണല്ലോ അവിടെ എഴുതാം 0 വേണ്ട 2 3 കുറിച്ച് 6 6 ഇൻറ്റു 2 12 അല്ലേ ആ 12 ചെയ്യാം എന്നിട്ടോ ഈ 0 എത്ര 90,000 മൈനസ് 1200 പ്ലസ് 4 ഇത് തമ്മിൽ പുറത്തായിരിക്കും 4 കൂട്ടണം കൂട്ടണം 940 അല്ലേ അതിന്റെ എത്ര കൊടുക്കാം 1200 കൊടുക്കണം ഒരാ പിന്നെ 4 കൂട്ടാണ് കേട്ടോ 0 0 പോവാ 0 0 2 പോലെ കടഎടുക്കപ്പെടല്ല ഇവിടുന്ന് കടത്ത അവിടെ പിന്നെ 8 ഉണ്ടാവും ആ 1 ഇവിടെ എത്തുമ്പോ ഇവിടെ 10 ആവും ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ 9 ഇവിടെ 10 ആ 10 2 പോലെ 8 ഇവിടെ 9 9 1 എത്ര ഇതാ 8 അല്ലേ ഈ 8 ഇറക്കി 88 700 കഴിഞ്ഞില്ല ഇപ്പൊ 4 കൂടി കൂട്ടുമ്പോ തരാം 88 704 അപ്പൊ ഇതിന് ഉത്തരം 88,700 ഓക്കെ 99 ഇന്ന് 99 പ്രത്യേക ഗുണം ഉപയോഗിച്ച് ഗ്രഹിച്ചു ഏത് ചെയ്യാം ഇത് 99 സ്ക്വയർ അല്ലേ ഇതിന്റെ അടുത്ത് പൂജ്യങ്ങൾ വരുന്ന സംഖ്യ 100 അല്ലേ ഇത് 100 പറഞ്ഞല്ലേ അപ്പൊ 100 മൈനസ് 1 ഹോൾ സ്ക്വയർ സം a മൈനസ് b ഹോൾ സ്ക്വയർ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം അവസാനത്തിന്റെ സ്ക്വയർ അവസാനം ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റു ഇടാം ഇത് തമ്മിൽ കുറിച്ചാൽ മതി 100 ഇൻറ്റു സം 1ന്റെ സ്ക്വയർ 1 2 പൂജ്യം ആകുമ്പോൾ 4 പൂജ്യം ഇവിടെ 1ന്റെ സ്ക്വയർ 1 ഗുണിക്കണം പൂജ്യം ഒഴിവാക്കുമ്പോ 2 1 കുറിച്ചാൽ 2 ആ 2 1 കുറിച്ചാൽ 2 തന്നെ മൈനസ് പിന്നെ പൂജ്യം കൊടുക്കും 16ന് 200 പറഞ്ഞു പിന്നെ 1 കൂടും അല്ലെ അപ്പൊ മനസ്സിലാ 10 200 വർക്കാണ് 0 0 10 പോലെ ഇവിടുന്ന് കടത്തുന്നത് കാരണം ഇവിടുന്ന് കടത്താൽ ഇവിടെ 0 പിന്നെ ഇവിടെ 10 അവിടുന്ന് കടന്നിട്ട് എടുത്താൽ ഇവിടെ 9 ആവും ആ 10 2 പോലെ 8 9 ഇറക്കി എത്രയാ 9 800 പ്ലസ് 1 9800 405 ഇന്ന് 405 ക്രിയ ചെയ്യാം പ്രത്യേക ഗുണം ഉപയോഗിച്ച് ഇനി നമുക്ക് 405ന്റെ സ്ക്വയർ ചെയ്താം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ 400 പ്ലസ് 5 അല്ലേ 400 പ്ലസ് 5 ഹോൾ സ്ക്വയർ a പ്ലസ് b ഹോൾ സ്ക്വയർ ആദ്യത്തിന്റെ സ്ക്വയർ ആദ്യം എഴുതി അവസാനത്തിന്റെ സ്ക്വയർ അവസാനം എഴുതി പ്ലസ് ആണെങ്കിൽ പ്ലസ് 2 ഇൻറ്റു തമ്മിൽ കുടിക്കുക 400 ഇൻറ്റു 5 സമം 400 സ്ക്വയർ എടുക്കാം 4 സ്ക്വയർ 16 2 പൂജ്യം ആകുമ്പോ 4 പൂജ്യം ഇത് കുടിക്കുക 2 4 കുടിച്ചാൽ 8 8 കഴിഞ്ഞ് 40 അല്ലേ 40 ഈ പൂജ്യം ഇല്ലാതെ കുടിക്കുന്നത് 5 4 22 22 എത്രയാ 40 40 കൂടെ കൊടുക്കും ഇനി ഈ 2 പൂജ്യങ്ങൾ കൊടുക്കുക ഇത് കൂടാതെ 2 പൂജ്യങ്ങൾ കേട്ടോ പിന്നെ 5ന്റെ സ്ക്വയർ ഇത് കൂട്ടാണ് ആരൊക്കെ 16 4 പൂജ്യം 3 പൂജ്യം 4 അല്ലേ പിന്നെ 25 കൂട്ടുമ്പോ 5
2 0 4 14. ഒറ്റ 10 100 1000 14 ലക്ഷം. 1,64,025. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കൺസെപ്റ്റുമായിട്ട്, പുതിയ പോയിന്റുമായിട്ട്, പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓക്കെ.